എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ ATM കൗണ്ടറിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചേഞ്ച് ചെയ്യാൻ കഴിയും അതിനെപ്പറ്റിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇതിനു മുമ്പായി ഈ ചാനലിലൂടെ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ATM ക്യാഷ് വിഡ്രോവലും CDM വഴി ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും ഫെഡറൽ ബാങ്കിൻ്റെ പുതിയ ATM കൗണ്ടറിലൂടെ ആക്ടിവേറ്റ് ചെയ്തതിനെക്കുറിച്ചെല്ലാം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം, ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനായി ഫെഡറൽ ബാങ്കിൻ്റെ ATM കൗണ്ടറിൽ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫെഡറൽ ബാങ്ക് ATM കൗണ്ടറിൽ എത്തിയ ശേഷം നമ്മുടെ കൈവശമുള്ള ATM കാർഡ് മെഷീനിലേക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ ഇൻസേർട്ട് ചെയ്യുക. ATM കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത്. പ്ലീസ് ചൂസ് സർവീസ്. അപ്പോൾ അവിടെ ഒരുപാട് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മൂന്നാമതായി രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും, അത് സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് പ്ലീസ് എൻ്റർ യുവർ പിൻ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ATM കാർഡിൻ്റെ 4 ഡിജിറ്റ് സീക്രട്ട് പിൻ നമ്പർ അവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം കൺഫേം ചെയ്ത് മുന്നോട്ട് പോവുക. പിൻ നമ്പർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ പ്ലീസ് സെലക്ട് രജിസ്ട്രേഷൻ എന്നൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒന്നാമതായ മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്ത പേജിലോട്ട് വരുമ്പോൾ പ്ലീസ് സെലക്ട് യുവർ ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. അവിടെ 2 ടൈപ്പ് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്, ന്യൂ രജിസ്ട്രേഷനും ചേഞ്ച് മൊബൈൽ നമ്പറും. അപ്പോൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആവശ്യം മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനായ ചേഞ്ച് മൊബൈൽ നമ്പർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്തതായിട്ട് പ്ലീസ് എൻ്റർ യുവർ ന്യൂ മൊബൈൽ നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ രജിസ്ട്രേഷൻ ഏത് നമ്പറിലേക്കാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ നമ്പർ അവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അത് കറക്റ്റാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കൺഫേം ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്ത ഇൻ്റർഫേസിലേക്ക് വരുമ്പോഴേക്കും പ്ലീസ് സെൻഡ് OTP ആൻഡ് റെഫറൻസ് റിസീവ്ഡ് ഇൻ SMS ഫോം ഓൾഡ് ആൻഡ് ആസ് വെൽ ആസ് എക്സിസ്റ്റിംഗ് മൊബൈൽ നമ്പർ ടു ദി ഫോളോയിങ് ഫോർമൽ എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് നമ്മൾ ബാങ്കുമായി ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTPയും റെഫറൻസ് നമ്പറും ഇപ്പോൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ താഴെ കാണുന്ന ഫോർമാറ്റിൽ, അതായത് ആക്ടിവേറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇടുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറിൽ വന്നിട്ടുള്ള OTP എൻ്റർ ചെയ്യും. അതിനുശേഷം വീണ്ടും സ്പേസ് ഇട്ടിട്ട് മൊബൈൽ നമ്പറിൽ വന്നിട്ടുള്ള റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്യുക. അത് 567676 എന്ന നമ്പറിലേക്ക് 4 മണിക്കൂറിനകം സെൻഡ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ SMS OTP വന്ന് 4 മണിക്കൂറിനുള്ളിൽ തന്നെ സെൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവേഷൻ ഫെയിൽ ആവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാവാത്തയുണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.